അസ്സലാമു അലൈക്കും. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ എല്ലാ സുഹൃത്തുക്കളും, ഒരുപാട് ഇഷ്ടപ്പെടുന്ന എൻ്റെ നാട്ടുകാരും, ഈ വാർഡിലുള്ള എല്ലാവരും, അതിനപ്പുറം എന്നെ രാഷ്ട്രീയപരമായിട്ടല്ലാതെ വ്യക്തിപരമായിട്ട് വരെ എതിർക്കുന്നവർ ഞാൻ കണ്ടു. അത് അവരോടൊക്കെ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ കേട്ടോ. അവരോടൊക്കെ സ്നേഹം മാത്രം. ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എതിർക്കുന്നവരൊക്കെ സ്നേഹം മാത്രം. പക്ഷെ നിങ്ങൾ കുറച്ച് കളവുകൾ പറഞ്ഞു, അതെനിക്ക് തെളിവ് സഹിതം എനിക്ക് ജനങ്ങളെ ബോധിപ്പിക്കണം. അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എൻ്റെ പേരിൽ ഒരു ട്രോള് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഓരോ വോയിസ് ഒക്കെ ഇട്ടിട്ട് പിന്നെ റോഡ് വളരെ പൊളിഞ്ഞ റോഡ് കാണിക്കുന്നത്. അപ്പം അതിലിങ്ങനെ നമ്പർ ഇങ്ങനെ കാണാം, 1, 2, 3. ഈ 9 8 ഭാഗം കാണിക്കുന്നത് ഒരു റോഡാണ്. അതായത് ചെങ്ങാനിക്കുണ്ട് മേക്കുന്നേക്കാട് റോഡ് എന്നാണ് പറയാ. നമ്മുടെ നാട്ടിൽ അതിന് പറഞ്ഞ ഫാത്തിമ റോഡ്. ആ റോഡിന്റെ നമ്പർ ഇട്ടിട്ട് ഒരു റോഡ് തന്നെയാണ് 9 നമ്പർ ഇട്ടിട്ട് 9 റോഡ് പോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഞാൻ പ്രത്യേകം പറയുന്നു, ഇത് 27/8/2025 രാജൻ റവന്യൂ മിനിസ്റ്റർക്ക് ഞാൻ കൊടുത്ത ഒരു കത്താണ്. ഞാൻ കൊടുത്ത കത്തിൽ പറയുന്നുണ്ട്, ചെങ്ങാനിക്കുണ്ട് റോഡ് മഴവെള്ളപ്പാച്ചിലും കാരണം വളരെ പ്രയാസമാണ്, അത് പൊളിഞ്ഞിട്ടുണ്ട്. ഞാനത് പറയുന്നുണ്ട്. അതിന് കൊടുത്ത അടിസ്ഥാനത്തിൽ ഇതൊക്കെ തെളിവ് സഹിതം കാണിക്കുന്ന എന്താ അറിയോ, ഇതൊക്കെ നിങ്ങൾ രാഷ്ട്രീയമാക്കിയിട്ട് ചിത്രീകരിക്കുകയാണ്. ഞാൻ പ്രത്യേകം തന്നെ മാർക്കുണ്ട്. അതായത് റവന്യൂ മിനിസ്റ്റർ കീഴിലുള്ള ദുരന്ത നിവാരണ വകുപ്പിന്റെ ഫണ്ട് ഞാൻ ചോദിച്ചതും അതന്നെയാണ് കേട്ടോ. ഞാൻ ചോദിച്ചതും ദുരന്ത നിവാരണ ഫ്ലഡിന്റെ ഫണ്ടാണ്. 5 ലക്ഷം രൂപയാണ് ഞാൻ അതിന് ആവശ്യപ്പെട്ടത്. 5 ലക്ഷം രൂപ പഞ്ചായത്ത് അറിയിച്ചത് അടിസ്ഥാനത്തിൽ 5 ലക്ഷം രൂപയാണ് ഞാൻ അതിന് ചോദിക്കുന്ന എമൗണ്ട്. അത് ചോദിച്ചത് അതേ മിനിസ്റ്റർ ഇതിന് കേരളത്തിൽ മൊത്തം ഇതിനും, അതായത് ടോട്ടല് 1117 ലക്ഷം 1117 ലക്ഷം 1,117 ലക്ഷം രൂപ കേരളത്തിലെ മൊത്തം റോഡുകൾക്കും ഈ ദുരന്ത നിവാരണ വകുപ്പിന്റെ ഫണ്ട് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ചോദിച്ചത്, ഞാൻ മറക്കുക, തിരുവനന്തപുരം മുതൽ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കൊല്ലം, ഞങ്ങളുടെ വേഗം പോകാം. ഞാൻ മലപ്പുറത്ത് 2 കണ്ണമംഗലം പഞ്ചായത്തില് 2 വാർഡിലേക്കാണ് ഈ ഫണ്ട് ഉള്ളത്. ഒന്ന് ചെങ്ങാനി മേക്കുന്നേക്കാട് റോഡ് കണ്ണമംഗലം 5 ലക്ഷം. ഇതാണ് ഇവർ ഈ ട്രോളുന്ന വീഡിയോ ഉള്ള റോഡ്. അതിൽ 9 നമ്പർ ഇട്ടിൽ 8 നമ്പറും ഈ റോഡിലെ കുഴികളാണ്. ഒരു റോഡ് പോലെ 8 കുഴി എണ്ണിക്കാണ്ട് 8 റോഡാക്കി ജനങ്ങളെ പറ്റിക്കുന്നത് ശരിയാണോ? എൻ്റെ ചങ്ങാതിമാരായ സുഹൃത്തുക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത് അതാണ്. പിന്നെ പടപ്പറമ്പ് തോന്നിപ്രായ റോഡ് 5 ലക്ഷം. ഈ 2 വാർഡും LDFന്റെ സാരഥികളും ജയിച്ച വാർഡുകളാണ്. ഈ 2 വാർഡും ആർക്കും നോക്കിയറിയാം. ഈ 2 പടപ്പറമ്പ് തോന്നിപ്പുറായ റോഡും ഇങ്ങനെ ഈ ഫണ്ട് അടക്കം കുഞ്ഞാലിക്കുട്ടിന്റെ ഫണ്ടാണ് ഞങ്ങൾ കൊടുത്ത കത്തടിസ്ഥാനത്തിൽ കിട്ടിയതെന്ന് പറയുന്നവരോട് എനിക്ക് സാധാപുള്ളൂ. അവരിനിയും അത് തിരുത്തിക്കോളും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ മേലെ നമുക്ക് പറയാൻ കഴിയില്ല ഈ ഫണ്ട് ആരുതാണ്. കേരളം മൊത്തം കൊടുത്ത ഫണ്ടാണ്. 1117 ലക്ഷം മൊത്തം വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 5 ലക്ഷം നമ്മൾ 2 പഞ്ചായത്തിലെ 2 വാർഡിലേക്ക് 2 ഇടതുപക്ഷത്തിന്റെ മെമ്പർമാരിരിക്കുന്ന വാർഡ്. ആ ഭാഗം ഞാൻ അവിടെ ക്ലോസ് ചെയ്യാണ്. ആ റോഡിന്റെ വിഷയം, ഈ കുഴികളുള്ള. ഇനി അടുത്തത് നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് 1-ാം വാർഡിൽ ഇങ്ങനെ ഒരു ഫ്ലക്സ്? ഇതൊരു ഫ്ലക്സ് ആയിരുന്നു. ആബിദ ആയിരുന്നു ഇവിടെ മത്സരിച്ചിരുന്നത്. പിന്നെ അദ്രഹ്മാക്കാണ്, ഞാനും അദ്രഹ്മാക്കും കൂടി ആയിരുന്നു മത്സരിക്കാൻ വന്നത്. അന്ന് ഇവിടെ ചെയ്ത വികസനങ്ങളായിട്ടാണ് ഇവർ ഈ ഫ്ലക്സ് വെച്ചത്. ഈ ഫ്ലക്സ് വെച്ച സമയത്ത് ഇതിൽ ആർക്കും ഇതിപ്പോ ഇപ്പോഴും നിങ്ങളെ കയ്യിലൊക്കെ ഉണ്ടാവില്ല, എന്റെ സുഹൃത്തുക്കളായ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഉണ്ടാവും. ഒരു പുതിയ ഒരു വീട് പോലും ഇതിലില്ല. എന്നാൽ ഇതിൽ എന്ത് പറയുന്നുണ്ട് അറിയോ? വീട് റിപ്പയറിങ് പറയുന്നുണ്ട്. 38 ആൾക്ക് വീട് റിപ്പയറിങ് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ പറയുമ്പോ അയാൾക്ക് അറിയാലോ, അതിൽ പുതിയ വീട് ഒരൊറ്റ വീട് പോലും ആ 5 വർഷം ഈ 1-ാം വാർഡിൽ വന്നിട്ടില്ല. ഇപ്പൊ എത്ര വീട് വന്നെന്ന് അറിയണ്ടേ? 24 വീട്, ഒരു 70-80% വർക്ക് കഴിഞ്ഞു. ബാക്കി 23 ആൾക്ക് പുതിയ വീട് പാസ്സായിട്ടുണ്ട്. അപ്പം ടോട്ടൽ 47 വീട് 5 വർഷം കൊണ്ട് ഈ വിനീതനായി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അതിലൊരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പാവപ്പെട്ട ആളുകളെ പ്രാർത്ഥനകൾ അതിൻ്റെ പേരിൽ എനിക്കുണ്ടെന്ന് അറിയാം. അതൊക്കെ തന്നെയാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നതും. ഇനി അടുത്തത് പറയാനുള്ളത്, ഇത് എല്ലാവർക്കും നോക്കിയാൽ കിട്ടും കേട്ടോ. ഈ 1-ാം വാർഡിക്ക് ഞാൻ വരുന്ന സമയത്ത് ഞാനൊരു വികസന പത്രിക കൊടുത്തിരുന്നു. ഇതൊക്കെ 5 വർഷം മുമ്പത്തെ കാര്യങ്ങളാട്ടോ. നിങ്ങളെപ്പോലത്തെ ആളുകളെ പേടിച്ചിട്ട് എടുത്തു വെച്ചത് തന്നെയാണ്. ഇതൊന്നും ഇപ്പം അടിച്ചുണ്ടാക്കിയതല്ല. ഇതൊക്കെ എല്ലാ വീടുകളിലും അന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ മാത്രം എനിക്ക് 100% ചെയ്യാൻ കഴിയാത്തത്. ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നിങ്ങളെ മുന്നിൽ വന്നത്. ഞാൻ ചെയ്യാൻ കഴിയാത്തതും ഞാൻ പറയാം. ഒന്നാമത്തെ, കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തര പരിഹാരം. അന്ന് വെള്ളമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാം. ഇപ്പം എല്ലാ വീടുകളിലും വെള്ളത്തിയിട്ടുണ്ട്. നെല്ലിക്കാർ പറമ്പിലൊരു അംഗനവാടി ഞാൻ ഒരുപാട് സ്ഥലം കിട്ടാൻ വേണ്ടി ഒരുപാട് ആളുകളുടെ അടുത്ത് ചെന്നിട്ടുണ്ട്. എനിക്ക് സ്ഥലം കിട്ടാത്തതിന്റെ പേരിൽ അതെനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു കാര്യമാണ് ചെയ്യാൻ കഴിയാത്തത്. കുടിവെള്ള പ്രശ്നം പരിഷ്കൃത റെഡിയാക്കിട്ടോ. മുല്ലപ്പടി പാലക്കാവൾപ്പ് റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതാണ്. അപ്പൊ അന്നത്തെ ഫോട്ടോ നിങ്ങൾ കണ്ടിക്കണോ? ഇവർ ഈ ഫ്ലക്സിലൊക്കെ റോഡ് ഉഷാറാക്കി എന്ന് പറയുന്നുണ്ട്. എന്നാൽ അന്ന് ഞാൻ കൊടുത്ത വേറൊരു സാധനമാണിത്. അന്ന് മുല്ലപ്പടി പാലക്കാവൾപ്പ് റോഡിന്റെ അവസ്ഥയാണത്. ഒന്ന് കാണിച്ചു കൊടുത്ത പുസ്തകം. മുല്ലപ്പടി പാലക്കാവൾപ്പ് റോഡാണ് അന്ന് ഞാൻ ഈ മെമ്പറായി വരുമ്പോഴേ. ഇന്നത്തെ ആ റോഡുകളൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കട്ടെ. ഇന്നത്തെ റോഡുമേല് എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു കുയ്യൊക്കെ ഉണ്ടെങ്കിൽ അതൊരു വീഡിയോ എടുത്ത് നമ്പർ ഇട്ട് കാണിക്കും. ജനങ്ങൾക്ക് അറിയാലോ. അപ്പൊ അടുത്തത്, അപ്പൊ അത് ഞാനന്ന് പറഞ്ഞ കാര്യമാണ്. മുല്ലപ്പടി പാലക്കാവൾപ്പ് റോഡ് ഗതാഗത യോഗ്യമാക്കുന്നു. അത് ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. അടുത്തത്, കീപ്പാറ അൻസാർ കസർ റോഡ് പണി പൂർത്തീകരണം. കീപ്പാറ അൻസാർ കസർ റോഡിന്റെ അവസ്ഥ അന്നത്തെ പോസ്റ്റ് റോഡ് ഉണ്ട്, 5 വർഷം മുമ്പ് അടിച്ചത്. അൻസാർ കസർ റോഡ് ഇതാണ് ടാർ എന്ന് പറഞ്ഞ സാധനം ഇതിമല്ല. അതാ അൻസാർ കസർ റോഡിന്റെ അവസ്ഥയാണത്. ഇത് നമ്മളെ വാർഡത്തെ 2ാമത്തെ മെയിൻ റോഡാട്ടാ. മുല്ലപ്പടി പാലക്കാവൾപ്പ് റോഡ് കണ്ടു, ക്രഷർ റോഡ് കണ്ടു. ഇനി അടുത്തത്, അതും നന്നാക്കിയിട്ടുണ്ട്. ഇപ്പൊ ആർക്കും പോയി കാണട്ടെ ക്രഷർ റോഡ്. പിന്നെ പാലന്തോട് കോണിക്കോട് റോഡ്, അൽഹുദ കോട്ടശ്ശേരി കോളനി റോഡ് അറ്റകുറ്റപ്പണികളുടെ ടാർ ചെയ്ത് പൂർത്തീകരിക്കും. ഇതും ഞാൻ പറഞ്ഞതാണ്. ഇന്ന് കോട്ടശ്ശേരി കോളനിക്ക് അന്ന് ഞാൻ വരുന്ന സമയത്ത് ഓട്ടോ വിളിച്ചാൽ പോവില്ലായിരുന്നു. അതിന്റെ സൈഡ് കോൺക്രീറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടാർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവിടെയുള്ള ആളുകൾക്ക് തിരിച്ചറിയും. ഇനി അടുത്തത്, കിഡ്നി ക്യാൻസർ പോലെ നിത്യരോഗികൾ പഞ്ചായത്തിന് പരമാവധി സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർക്കുള്ള പിന്നെ പെൻഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടോ. ചെയ്യാത്തത് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു, ചെയ്യാത്തതും ഉണ്ട്. ഞാൻ എല്ലാം ചെയ്തിട്ട് വന്ന ആളൊന്നും, ഞാനൊരു മെമ്പറല്ലേ. അംഗനവാടി ചെയ്തിട്ടില്ല എരണിപ്പറമ്പില്, നെല്ലിക്കാപ്പറമ്പില്. പിന്നെ കായിക മേഖലയുടെ പ്രോത്സാഹനത്തിന് വാർഡ് പരിധിയിൽ കളിസ്ഥലം, അതിനും ശ്രമിച്ച ആളാണ്. തിരുവനന്തപുരം പോയതാണ്, കുട്ടികൾക്ക് പന്തല് ഗ്രൗണ്ട്. അന്ന് എനിക്ക് മന്ത്രിന്റെ ഇത് തന്നത് ഒരു പഞ്ചായത്തിക്ക് ഗ്രൗണ്ടിനുള്ള സഹായം ചെയ്യും. പഞ്ചായത്തിക്ക് ഒരു ഗ്രൗണ്ട്, വാർഡിക്ക് വേണമെങ്കിൽ നമ്മൾ സ്ഥലം വാങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞതാണ്. 1 ഏക്കർ സ്ഥലം മിനിമം നമ്മൾ ഈ ഏരിയയിൽ വാങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ 1 ലക്ഷം ആണെങ്കിൽ 1 കോടിയോ. അത് പഞ്ചായത്തിന് തരാൻ കഴിയില്ല, ബാക്കി കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഞാൻ സ്ഥലം ഗ്രൗണ്ട് വാടകയ്ക്ക് എടുത്തു. വാടകയ്ക്ക് എടുത്തപ്പോൾ അയൽവാസിക്ക് പൊടി പ്രശ്നം കൊണ്ട് നമ്മുടെ വളരെ പ്രയാസത്തിൽ പറഞ്ഞു. അങ്ങനെയാണ് ഞാനത് ഒഴിവാക്കിയത്. അതും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറയാം, 2ാമത്തെ കാര്യം ചെയ്യാൻ കഴിയാത്തത്. എന്നാൽ അന്ന് ഞാൻ മത്സരം 20 വാർഡുണ്ട്. 20 വാർഡ് പഞ്ചായത്തിന്റെ ഒരു ഗ്രൗണ്ട് അല്ലാതെ ബാക്കി 19 വാർഡിലും ഗ്രൗണ്ട് ഒന്നുമില്ല. പക്ഷെ അതിന് ശ്രമിച്ച ആളാണ്. അന്ന് ഞാൻ പറഞ്ഞു പരിശ്രമിക്കുന്നതാണ്. അടുത്തത്, വീടില്ലാത്ത ഗവൺമെന്റ് സഹായത്തോടെ വീടിന് അടിയന്തര പരിഗണന. സഹായിച്ചില്ലേ വീടില്ലാത്തവർക്ക്? അതിന് 5 വർഷം ഒറ്റ വീടില്ലാത്തവർക്ക് 47 വീടിനാണ് പരിഹാരം ഉണ്ടാക്കിയത്. 24 വർക്ക് കഴിഞ്ഞതും കഴിയാനായതും 23 ഇപ്പൊ പുതിയത് പാസ്സായതും. ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം, നല്ലതാണ്. വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് വാർഡിൽ ഗവൺമെന്റ് അധീനമുള്ള ഭൂമിയിൽ ഫ്ലാറ്റ് പദ്ധതി. നമുക്ക് അതിന്റെ ആവശ്യം വന്നില്ല. ഫ്ലാറ്റ് സൗകര്യത്തിന്റെ നമ്മൾ വിചാരിച്ച ഭൂമിയിൽ ബഡ്സ് സ്കൂൾ കൊണ്ടുവന്നു. ബഡ്സ് സ്കൂൾ വന്നിട്ടുണ്ട്. നമ്മളെ കണ്ണമ്പലം പഞ്ചായത്തിൽ ഈ വാർഡിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ബഡ്സ് സ്കൂള്. ഇനി അന്നത്തെ ഓരോ റോഡും ബാക്കിയുള്ള ആളുകൾ ഇന്ന് ട്രോളുന്ന ആളുകളില്ലേ, ഓല് ഇതൊക്കെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നീ തെളിവ് സഹിതം ആർക്കും തരാട്ടാ. അൻസാർ കസർ റോഡ് കണ്ടു. പിന്നെ ചങ്ങാനി കൊണ്ട് അംഗനവാടി ഇന്ന് കണ്ടിട്ട് എങ്ങനെയാണെന്നുള്ളത്. അതായത് ചുറ്റും മതിലൊക്കെ കെട്ടി നല്ല ഭംഗിയിൽ പെയിന്റ് അടിച്ച് ഉഷാറാക്കി. അന്ന് 11 ലക്ഷം രൂപയൊക്കെ നിങ്ങൾ ആക്കി വെച്ചത് ഇങ്ങനെയാണ്. ഇതിന് ചങ്ങാനിക്കുണ്ടുള്ളവര് വരെ അന്ന് ഉദ്ഘാടനം ചെയ്യാൻ വന്നവരെ തടുത്ത ആളുകളാ. നമ്മളെ ചങ്ങാനിക്കുണ്ട് ഹെൽത്ത് സെന്ററിന് 6 ലക്ഷം + 2 8 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് സീറ്റും ടൈൽസും ഇട്ട്. അപ്പൊ ഇതിനെ തടുത്തതാണ്. അന്ന് അങ്ങനെ ആവശ്യമില്ലാറുണ്ട്. കണ്ണഞ്ചിറക്കുളം നമ്മൾ കണ്ടതാ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ. ഇനി
അത് എത്രത്തോളം താത്തിയിട്ടുണ്ടെന്നും എത്രത്തോളം നന്നാക്കിയിട്ടുണ്ടെന്നും അതിന് എങ്ങനെ ഇടപെട്ടെന്നും അതിന്റെ സൈഡിൽ കൂടെ പോണ ആണി അതിന്റെ മേലെ മൊത്തത്തിൽ നമ്മൾ കോൺക്രീറ്റ് ഇട്ടു. അതിൽ നടന്ന് മദ്രസക്ക് പോണ കുട്ടികൾക്ക് ഇപ്പൊ എന്ത് സൗകര്യമാണ് അറിയോ?